ചേട്ടാ നിവിൻ ചേട്ടനെതിരെ വന്ന സമയത്ത് നിവിൻ ചേട്ടൻ നേരിട്ടതുപോലെ ആയിരിക്കും ചേട്ടൻ വരുന്നാല് ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാല് നിയമപരമായിട്ട് പോവോ കായികപരമായിട്ട് പോവോ? നിയമപരമായിട്ട് പോവോ കായികപരമായിട്ട് പോവോ? നിയമപരമായിട്ടോ കായികപരമായിട്ടോ ഇവരെയൊക്കെ കൊണ്ട് ഞാൻ പോയി തല്ലിപ്പിക്കുന്നു. ഇതുപോലത്തെ ചോദ്യം എനിക്ക് നിന്നോട് ചോദിച്ചത്, നീയാണ് സിനിമയിൽ വരികയാണെങ്കിൽ നിനക്ക് ഇതുപോലൊരു ദുരനുഭവം വരുവാണെന്നൊക്കെ എനിക്ക് ചോദിച്ചോളൂ. നീ അതിന് ഞാൻ നമ്മള് ഇത് സംഭവം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോഹൻലാലായിട്ട് പറഞ്ഞൂടാ എന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഇപ്പഴേ ഒരു പ്രിക്കോഷൻ എടുത്ത് വെക്കണ്ടേ? എന്ത് ചെയ്യും? ബോംബെയിലെ മീൻ കച്ചവടക്കാരനായാലും ശരി, സ്വർണ്ണ കച്ചവടക്കാരനായാലും ശരി, നേരെ ചൊവ്വ അല്ലെങ്കിൽ അറക്കുളം ബായോട് മുട്ടാൻ നിൽക്കല്ല. ഇപ്പഴേ ഒരു പ്രിക്കോഷൻ എടുത്ത് വെക്കണ്ടേ? എന്ത് ചെയ്യണം? നിന്റെ ചാലയാ മുടികൾ ഷാജി ഏട്ടാ ഇവിടെ പക്ഷെ നിവിൻചേട്ടൻ അത് കംപ്ലീറ്റ്ലി മീഡിയയുടെ മുന്നിൽ വന്ന് അത് അഡ്രസ് ചെയ്ത് അത് ഫേക്ക് ആണെന്ന് അത് തെളിയിച്ചു എന്ന് തന്നെ പറയാം. കാരണം പുള്ളി അവരെ അറിയില്ല എന്ന് മാത്രമല്ല, അതിനെ ബന്ധപ്പെട്ട് അവർ പറഞ്ഞ ഡേറ്റ് 14-15 തീയതി ഞങ്ങൾക്കന്ന് ഷൂട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തീയതി പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ എല്ലാം വാസ്തവരുതല്ലേ. അപ്പൊ നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ എന്നെ ബോഡി ആ ബാധൂട്ടം കളിയാക്കും. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ പാർട്ടികളെ. അതാ പറഞ്ഞ ഇപ്പൊ നിവിന്റെ കേസിൽ ഇവര് പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ നമുക്കതിലൊരു എല്ലാവർക്കും തോന്നി ഇതൊരു ഫേക്ക് എലിഗേഷൻ ആണെന്ന്. ആരാ എവിടുന്ന് വരുന്നു? പന്നി ഇതെന്താ സംഭവം പറ്റുമെന്ന് അറിയാമോ? നീ ഇങ്ങനെ ചോദിക്കുമ്പോ എന്നോട് പ്രത്യേകിച്ച് ചോദിക്കുമ്പോല്ലേ നിനക്കാണുള്ള എല്ലാത്തരെയും കിട്ടുക. എങ്ങനെയെങ്കിലും ഫേമസ് ആകണമെന്നാണ്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു.